അത് ശരി. ഈസ് ഓൾറെഡി ഈസ് എ വാണബി സെലിബ്രിറ്റി. അതായത് ഫെയിം ആകാൻ വേണ്ടി എരന്ന് നടക്കുന്ന ഒരു കക്ഷിയാണ് ഈ പുള്ളി. ഇയാൾ ഉള്ള റിയാലിറ്റി ഷോയുടെ എല്ലാ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് നിൽക്കുകയും പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയൊക്കെ ചെയ്യുന്ന കക്ഷിയാണ്. എന്നിട്ട് പുള്ളി വന്ന് ഞാൻ കോമണർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ലോജിക്ക് അതിലുള്ളത്? അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ വാണക്കുറ്റി പിന്നെ അവിടുത്തെ ഒരു ചാനലിനകത്ത് ന്യൂസ് ലൈവ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരുത്തനാണ്. അനീഷിനെ തകർക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു മത്സരാർത്ഥിയുണ്ട്. മലയാളം ബിഗ് ബോസ് സീസൺ 1 വിജയമായിട്ടുള്ള സാബുമോൻ. ഈ പറയുന്ന ഈ സീസണിലും സീസൺ 7 സീസൺ 6 ഗസ്റ്റ് ആയിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്തോ വലിയൊരു പുള്ളിയാണ് എല്ലാം, അല്ലെങ്കിൽ പുള്ളിക്ക് മാത്രമേ എല്ലാം അറിയത്തുള്ളൂ എന്ന് സ്വയം വിചാരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പുള്ളിക്കാരനാണ് ഈ പറയുന്ന സാബുമോൻ. ഈ സാബുമോൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അനീഷിനെ തരം താഴ്ത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇദ്ദേഹത്തിന് എന്തിന്റെ സോക്കേടാണ്? അനീഷിനെ മാത്രം ഇങ്ങനെ താറടിച്ച് കാണിക്കാൻ, അനീഷിനെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തി നടക്കാനായിട്ട് ഇങ്ങാർക്ക് എന്തിന്റെ കേടാണ്? ഇങ്ങാർക്ക് എന്ത് ദ്രോഹമാണ് ഈ അനീഷ് ചെയ്തത്? അനീഷിന്റെ കുടുംബം ഇവർക്ക് എന്ത് ദ്രോഹം ചെയ്തു? ഇദ്ദേഹം പറഞ്ഞ ഒരു സാധാരണക്കാരൻ, ഇദ്ദേഹത്തെ സാധാരണക്കാരനായിട്ട് അവിടെ കയറ്റിയിരിക്കുന്നത് ബിഗ് ബോസ് ആണ്. അപ്പൊ ഈ പറയുന്ന ഈ സാബുമോൻ ആരെയാണ് ചോദ്യം ചെയ്യുന്നത്? ബിഗ് ബോസിനെ അല്ലേ? അപ്പൊ അനീഷ് സാധാരണക്കാരനല്ല എന്ന് പറയിക്കുന്ന ഈ പറയുന്ന സാബുമോൻ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ബിഗ് ബോസിനെ ചോദ്യം ചെയ്യാവുന്നത്? ഇദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇങ്ങാർക്ക് എന്തോ വട്ടാണെന്ന് തോന്നിപ്പോ. ഇങ്ങാർ ഈ അനീഷിനെ വിളിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, എല്ലാം ഞാൻ സംസാരിക്കാം. എന്തുവായാലും ഇങ്ങനെ കുറെ ദിവസം കൊണ്ട് ഇങ്ങനെ മീഡിയയിൽ കയറിയിരുന്ന് അനീഷിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങാർക്ക് എന്തോ ദ്രോഹം ചെയ്ത പോലാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ അനീഷിനെ തകർക്കാൻ വേണ്ടി ആരുടെ കയ്യിൽ നിന്നോ എന്തൊക്കെയോ മേടിച്ചിട്ട് ചെയ്യുന്ന പോലാണ് നമുക്ക് തോന്നുന്നത്. ഇങ്ങനെ ബിഗ് ബോസ് വീടിനുള്ളിൽ ചെന്ന അന്ന് തൊട്ട് ഈ പറയുന്ന അനീഷിനെ ടാർഗറ്റ് ആയിരുന്നു ഇങ്ങാർക്ക്. അവിടെ വെച്ച് അനീഷിനെ ടാർഗറ്റ് ചെയ്ത ഒരു കാര്യം പറഞ്ഞപ്പോൾ അനീഷ് തിരിച്ചൊരു മറുപടി പറഞ്ഞതോട് കൂടി തന്നെ ഇദ്ദേഹത്തിന് സോക്കേടായി, ഇദ്ദേഹത്തിന് അത് സഹിക്കാൻ പറ്റാതെയായി. അങ്ങനെ ഒടുവിൽ വെളിയിൽ ഇറങ്ങിയിട്ടും അനീഷിനെ കുറ്റം പറയാനായിട്ട് തുടങ്ങി. ആദ്യം ഇങ്ങാര് പറഞ്ഞ ഒരു വാചകമുണ്ട്, ഇങ്ങാര് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം, അത് കേട്ടോണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. കുറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഓക്കെ, അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ വാണക്കുറ്റി പിന്നെ അവിടുത്തെ ഒരു ചാനലിനകത്ത് ന്യൂസ് ലൈവ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരുത്തനാണ്. പിന്നെ ലോകത്തുള്ള സകല പിന്നെ റിയാലിറ്റി ഷോസിനകത്തും ചെന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കക്ഷിയാണ്. അങ്ങനത്തെ കണക്ഷൻ വെച്ച് കയറിയാണ്. അല്ല, ഇവൻ ആരാണ് അധികാരം കൊടുത്തത് ഒരാളെ വാണക്കുറ്റി എന്നൊക്കെ കയറി വിളിക്കാൻ? ഇവനെയാണോ സീസൺ 1 വിജയമായിട്ട് എല്ലാവരും കൊണ്ടാടിയത്? വൃത്തികെട്ടവൻ. ഇങ്ങനെയൊക്കെ ഒരാളെ വിളിക്കാൻ പാടുണ്ടോ? അത് ഇവൻ എന്ത് ദ്രോഹമാണ് ചെയ്തത്? അനീഷ് എന്ത് ദ്രോഹമാണ് ചെയ്തത്? ഉടനെ വാണക്കുറ്റി എന്ന് വിളിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ലോകത്തുള്ള എല്ലാ റിയാലിറ്റി ഷോയിലും പങ്കെടുത്തെന്ന്. എടാ, ഇവൻ പറയുന്നത് സെൽമി ദ ആൻസർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ കാര്യമാണ് ഇവൻ പറയുന്നത്. ഇപ്പൊ ആ പ്രോഗ്രാമിൽ കുറെ പേര് നിന്നിട്ടുണ്ട്. അതിൽ നിന്നവരെ ആർക്കെങ്കിലും ആരെയും അറിയാമോ? അങ്ങനെ ഒരാളായിരുന്നു അനീഷും. അപ്പം അതും ചുമ്മാതെ പോയതല്ല, അതും ഈ പറയുന്ന പോലെ അപ്ലൈ കൊടുത്തിട്ടൊക്കെയാണ് പോയത്. അങ്ങനെ സെലക്ട് ചെയ്തിട്ടാണ് പോയത്. അത് ലോകത്തുള്ള എല്ലായിടത്തും പോയി. ഞാൻ ഇതിനു മുമ്പ് ഈ അനീഷിനെ കണ്ടിട്ടുണ്ടോ? ചുമ്മാ ഇരുന്ന് അങ്ങോട്ട് വാണക്കുറ്റി, മറ്റേ കുറ്റി, എന്തൊക്കെയാ പറയുന്നത്? ഇനി കേട്ടു നോക്കൂ. ചെന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കക്ഷിയാണ്. അങ്ങനത്തെ കണക്ഷൻ വെച്ച് കയറിയാണ്. ബിഗ് ബോസ് കോമണൻ എന്നും പറഞ്ഞുകൊണ്ട് ഇവനെ കയറ്റിവിട്ടാൻ തന്നെ നിങ്ങൾ അവൃത്തി എന്ന് ചോദിക്കണം. ഞാൻ അതിന്റെ റിയാലിറ്റിയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് റിയാലിറ്റിയാണ് പോലും. എന്ത് റിയാലിറ്റിയാ പറഞ്ഞത്? കോമണർ ആയിട്ടുള്ള കാറ്റഗറി തന്നെയാണ് കയറ്റി വിട്ടതും. അത് മാത്രമല്ല, അയാൾ ഒരു കോമണർ തന്നെയാണ്. ഒരു സാധാരണപ്പെട്ട മനുഷ്യർക്ക് പല ജോലികളും ചെയ്തുകൂടെ? അദ്ദേഹത്തിന്റെ ടാലന്റുകൾ പ്രകടിപ്പിച്ചുകൂടെ എന്നുണ്ടോ? കോമണർ എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയാത്ത ഈ മരവാഴിയൊക്കെ ആണല്ലോ സീസൺ 1 വിജയാക്കിയത്. ഇവൻ അതിന് വേറെ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. അനീഷിന് എന്തൊക്കെയാ OCD ആണെന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. ഇവൻ പല കാര്യങ്ങളാണ് വെച്ച് വിളമ്പുന്നത്. എന്തൊരു ഇതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവൻ പറയുന്നത് എല്ലാവരെയും ഒന്നിച്ച് കാണണം, ഇവര് സമൂഹത്തിൽ നല്ലത് ചെയ്യണമെന്നൊക്കെ പറയുന്നവൻ ഇവൻ തന്നെ വന്നിട്ട് വിഷം ചീറ്റിക്കൊണ്ട് സംസാരിക്കുന്നവനാ. ഇവൻ എന്ത് ഇതാണെന്നൊന്നും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവൻ കഴിഞ്ഞ സീസണിൽ ഈ പറയുന്ന ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാനാണ് ഇവൻ ഉള്ളിൽ കയറി വന്നത്. ഈ സീസണിൽ ഇവൻ അക്ബറിനെയും ആര്യനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നതും ആര്യനെയാണെന്ന് പറയാം സപ്പോർട്ട് കൂടുതലായിട്ടും. അതുകൊണ്ടാണ് ആര്യം പറഞ്ഞ ഒരു ഊളക്കഥ, അവൻ അതിൻ്റെ അകത്ത് കാണിച്ച ഗസ്റ്ററൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെയൊക്കെ വെച്ചോണ്ട് അവന് ഒരു കാര്യം കാണിച്ചു. അതൊക്കെയാണോ ആ കഥയിലുള്ളത്? ആ കഥയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നിട്ട് പോലും അത് സെലക്ട് ചെയ്തു. എന്നിട്ട് അവന് നെവിനെ കൂടെ അതിന്റെ കൂടെ അങ്ങോട്ട് സെലക്ട് ചെയ്ത് വെച്ചു, മറ്റുള്ളവർക്കൊന്നും തോന്നാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഇവന്റെ ഉദ്ദേശം എന്താണ്? അനീഷിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഇവൻ ഉള്ളിൽ കയറിയ ഒരുത്തനാണ്. ഓക്കെ, ഇനി അടുത്തൊരു ഇന്റർവ്യൂവില് ഇവൻ അനീഷിനെ കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്, അത് കേട്ടു നോക്കിയേ. ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയാ സെലിബ്രിറ്റിയാന്ന്? രാഷ്ട്രീയക്കാരനെ അയാളുടെ വാർഡിനകത്ത് മുഴുവൻ നടന്ന എല്ലാ മനുഷ്യരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഈസ് എ സെലിബ്രിറ്റി ദെയർ. ഈസ് എ പൊളിറ്റീഷ്യൻ, ഈസ് എ സെലിബ്രിറ്റി. അതുപോലെ ആയിരുന്നു അനീഷ്.
അതുപോലാണോ അനീഷ്? സെലിബ്രിറ്റി നൗ എന്തൊക്കെയോ വിളിച്ചു വരുന്നതിന് ഒരു പിടുത്തവും ഇല്ല. പറഞ്ഞേ അല്ല, എല്ലാരും അറിയില്ലേ, എന്നാ പിന്നെ പിന്നെ സുരേഷ് ഗോപിയും മമ്മൂട്ടിയൊക്കെ വെച്ചിട്ട് ഷോ ചെയ്യാം, സെലിബ്രിറ്റീസിനെ വെച്ച്, എന്നിട്ട് കൊണ്ടിടാം ഇവനെ. അത് ശരി, ഈസ് ഓൾറെഡി ഈസ് എ വാണബി സെലിബ്രിറ്റി. അതായത് ഫെയിം ആകാൻ വേണ്ടി എരന്ന് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പുള്ളി. ഇയാൾ ഉള്ള റിയാലിറ്റി അത് നീയാടാ, അല്ലാതെ അവരല്ല. നീ എന്തിനാണ് ഇങ്ങനെ വന്ന് പറയുന്നത്? അത് ഫെയിമിന് വേണ്ടി നടക്കുന്ന നീയാണ്, അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് നീ പറയുകയാണ് അനീഷ് ഫെയിമിന് വേണ്ടി നടക്കുന്നുവെന്ന്. എടാ, അദ്ദേഹത്തിന്റെ കഴിവ് വെച്ചാണ് ഓരോ പ്രോഗ്രാമിൽ പോകുന്നതും ജീവിക്കാൻ വേണ്ടി ചാനലുകൾ ജോലി ചെയ്യുന്നതും ബാങ്ക് ജോലി ചെയ്യുന്നതും ഒക്കെ. നീ അതല്ലല്ലോ. നീ പിന്നെ എന്തിനാ മറ്റൊരുത്തിനെ കുറ്റപ്പെടുത്തുന്നേ? നിന്റെ കണ്ണിക്കട ഇരിക്കുന്നതിനെ എടുത്ത് കളഞ്ഞിട്ട് നീ മറ്റൊരുത്തനെ എടുത്ത് മാന്താൻ പോവും. അതല്ലേ ചെയ്യണ്ടേ? എന്ത് വേടേ ഇത്? നീയൊക്കെ ഒരു വിജയിയാണോ? കഷ്ടം. ഇയാൾ ഉള്ള റിയാലിറ്റി ഷോയുടെ എല്ലാ ഓഡിയൻസിന്റെ ഇടയിൽ നിൽക്കുകയും പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയൊക്കെ ചെയ്യുന്ന വെച്ചാൽ പുള്ളി വന്ന് ഞാൻ കോമണർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ലോജിക്ക് അതിലുള്ളത്? ബാക്കിയുള്ളവരെല്ലാം ഭയങ്കര സെലിബ്രിറ്റീസ് മോശക്കാര്, ഇദ്ദേഹം മാത്രം ഭയങ്കര മിടുക്കൻ. ആരാണ് അവിടെ മോശക്കാരെന്ന് പറഞ്ഞത്? ആരെങ്കിലും പറഞ്ഞോ ഈ സെലിബ്രിറ്റികൾ മോശക്കാരാന്ന് പറഞ്ഞോ? അനീഷ് പറഞ്ഞത് കുറെ സാധാരണക്കാരെ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്. അതിന് ബാക്കിയുള്ളവർ മോശക്കാരാന്ന് പറഞ്ഞില്ല. അവർക്ക് ഇവിടെ കരഞ്ഞു നിൽക്കാനുള്ള ഒരു കഴിവുണ്ടെന്നാണ് പറഞ്ഞത്. മറ്റേതാണെങ്കിൽ കുറച്ചുകൂടെ ജീവൻ തുടിക്കുന്ന പോലെ കിട്ടുമെന്നാണ് അനീഷ് പറഞ്ഞത്. അതിനെന്താണോ തെറ്റ്? പിന്നെ നീ പറഞ്ഞല്ലോ ഇപ്പം ഇവരെന്തോ എല്ലാ പ്രോഗ്രാമിലും പിന്നെ പോയി ഇരുന്നത് കൊണ്ട് തന്നെ ഇവൻ സെലിബ്രിറ്റി അല്ലെന്ന്. എടാ, ഈ പറയുന്ന ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡിൽ നീയൊക്കെ ഉള്ള സീസണിൽ പോലും കുറെ പേരെ കൊണ്ടിരുത്തിയല്ലോ. അവരെല്ലാം അപ്പം അങ്ങ് പിന്നെ സെലിബ്രിറ്റികളാണോടോ? ആണോ? അവരെയൊക്കെ സാധാരണക്കാരെയൊക്കെ ആണ് അവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. അവരവിടെ വന്നിരുന്നു എന്നും അല്ലെങ്കിൽ ലാലേട്ടന്റെ മുമ്പിൽ ഇരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ അങ്ങ് സെലിബ്രിറ്റികളാകുമോ? എന്ത് പൊട്ടത്തരമാണോ വിളിച്ചു പറയുന്നത്? നീ ഇപ്പൊ ഒരു വാർത്താ ചാനലിൽ വന്നു, അതിന്റെ മുമ്പിൽ നമ്മൾ 2 വാക്ക് സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ സെലിബ്രിറ്റികളായി മാറുമോ? നിങ്ങൾ എടാ അതുകൊണ്ടാ പറയുന്നത്, നീ എങ്ങനെ വിജയിച്ചു എന്ന് എനിക്ക് ഇതുവരെ പിടുത്തം കിട്ടുന്നില്ല. നിന്റെ ബുദ്ധി ഇങ്ങനത്തെ മന്ദബുദ്ധിയാണോ? നീ കഷ്ടമുണ്ട് നിന്റെ. കുറച്ചെങ്കിലും ഒക്കെ ഒരു ഇതുണ്ടെന്ന് വിചാരിച്ചു, ഒരു മണ്ണാങ്കട്ടയും ഇല്ല നിനക്ക്. ആള് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് എല്ലാ ഇതിലും ചെന്നിരിക്കുന്നല്ലേ. റിയാലിറ്റി പറയുമ്പോഴത്തേക്ക് താഴെ വന്ന് എനിക്ക് അസൂയെന്ന്. നീ ഒരു കാര്യവും പറയണ്ട, നീ അങ്ങ് നിർത്ത്. അതാ നല്ലത്. നീ നിർത്തിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ നാട്ടുകാരടങ്ങും. ഇല്ല എങ്കിൽ എല്ലാവരും എടുത്ത് നിന്നെ പൊങ്കാലയിടും. നീ പറയുന്നതെല്ലാം പൊട്ടത്തരമാണ്. എടാ, അനീഷിനെ ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ, എന്നമോൾ ഷൈൻ എന്ന് പറയുന്ന ഒരു വലിയ ഒരു പിന്നെ ബ്രാൻഡ്, അതോടൊപ്പം തന്നെ ബിഗ് ബോസ്, ഇവരൊക്കെ സെലക്ട് ചെയ്യണമെങ്കിൽ ആ അനീഷ് കോമണർ ആണെന്ന് അറിഞ്ഞതുകൊണ്ടാണോ അങ്ങനെ കോമണർ കാറ്റഗറിയിലേക്ക് അങ്ങോട്ട് തള്ളിവിട്ടത്? എന്ത് പൊട്ടനാണോ താൻ? എന്നിട്ട് നിങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ അങ്ങനെ കോമണർ അല്ലാന്ന്. അല്ലടാ, ശരിയാണ്, ബിഗ് ബോസിൽ വന്നതോടുകൂടി തന്നെ അങ്ങനെ കോമണർ അല്ല. പക്ഷെ അങ്ങനെ കോമണർ കാറ്റഗറി വന്നതുകൊണ്ട് തന്നെ കോമണർക്ക് വേണ്ടി സംസാരിക്കാൻ അങ്ങനെ കഴിയും. ആദിൽ നൂറ എന്തുകൊണ്ടാണ് അവരുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നത്? അത് ഓരോരുത്തരും ഓരോ കാറ്റഗറിയിൽ വന്നതുകൊണ്ട് തന്നെ അത് ചെയ്യും. അതിന് നിങ്ങൾക്ക് എന്തിന്റെ കേടാണ്? അനീഷ് എന്ത് ദ്രോഹം ചെയ്തോ? നിനക്ക് എന്തെങ്കിലും ചെയ്തോ? അതോടൊപ്പം തന്നെ അവിടെയുള്ള മറ്റു മത്സരാർത്ഥികൾക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തോ? അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇനിയും ഇതിലേക്ക് 5 or 6 കോമണേഴ്സിനെ കൊണ്ടുവരണം എന്നാണ്. അല്ല, അനീഷിന് വാപത്തി അവിടെ ഇരുന്നാൽ പോരെ? അവൻ എന്തൊരു കേടാണ്? അവനെ ഇഷ്ടപ്പെടുന്നത് സാധാരണപ്പെട്ടവർ തന്നെയാണ്, സ്ത്രീകള്. അതോടൊപ്പം എത്ര അമ്മമാരാണ് അവനെ ഇഷ്ടപ്പെടുന്നത്? നീ എന്തിനാണ് അതിനകത്ത് കയറി ഇത്ര ഇതുണ്ടാക്കുന്നത്? നീ ആരെ വിജയിപ്പിക്കാനാണ്? നീ നിന്റെ പണി നോക്കിയാ പോരെ? നീ പറയുന്നതിന് കുറച്ചെങ്കിലും ഒരു കഴമ്പുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് സമ്മതിക്കാം. ഇത് ഒരു കഴമ്പുമില്ലാത്ത കാര്യമാണ് നീ വെച്ച് കാച്ചുന്നത്. ഇവൻ ബിഗ് ബോസ് വീടിനുള്ളിൽ പോയ സമയത്ത് ഇവൻ അനീഷിനെ റോസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ അനീഷ് തിരിച്ചൊരു റോസ്റ്റ് അങ്ങോട്ട് കൊടുത്തു. അതിൽ ഈഗോ അടിച്ചിട്ടാണ് ഇവൻ വെളിയിൽ വന്നിട്ട് അനീഷിന്റെ കുറ്റം അങ്ങോട്ട് പറഞ്ഞു നടക്കുന്നത്. ഇനി ഇവൻ ഷാനവാസുമായിട്ട് അനീഷിന്റെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അനീഷ് ഒരു ക്രിമിനൽ ആണെന്നൊക്കെയാണ് ഇവൻ വെച്ച് കാച്ചുന്നത് കേട്ടോ. അനീഷ് ക്രിമിനലാണ്, ക്രിമിനലിനെ പിടിക്കാൻ വന്ന ഒരു പോലീസാണ് ഷാനവാസ് എന്ന രീതിയിലൊക്കെ അവൻ വെച്ച് കാച്ചുന്നു. കേട്ടോ നോക്ക്, അത് വേറൊരു ഇതിന്റെ അകത്താണ്. ഇതിന്റെ അകത്ത് ഷാനവാസിനെ കുറിച്ച് പറയുന്നത് കേട്ടു നോക്ക്. ഷാനവാസ് ഇവനെ സിസ്റ്റമാറ്റിക്കലി പൊളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുനടക്കുന്ന സാധനമാണ്. കാരണം ഷാനവാസിന് നല്ല അതിനകത്തുള്ള എല്ലാവർക്കും അറിയാം വൈ അനീഷ് പോയി ദൂരെ പോയിരിക്കുന്നത് എന്തിനാ, എന്താ കാര്യം? ഞാൻ അവിടെ ചെന്നപ്പോൾ എപ്പോഴും നീ എന്തിനാ അവിടെ ഇരിക്കുന്നത്, ഇവിടെ വന്നിരുന്ന്? അല്ല, ഞാനിങ്ങനെ നമ്മൾ വേണ്ട, നീ അവിടെ ഇരുന്ന് കഴിക്കണ്ട. ഇത്രയും വലിയ ഡൈനിങ് ടേബിള് നമ്മൾ 8 പേര് കഴിക്കാതിരിക്കുകയാണ്, ഇവൻ അറ്റം പോര്. ഞാൻ നീ എന്താ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നത്? ഇവിടെ വന്നേ. അല്ലാതെ നമ്മൾ നീ ഇവിടെ വന്നിരി എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ ഇരുന്ന് കഴിപ്പിക്കും. ഇതൊരു സ്ട്രാറ്റജിയാണ്. ഇവൻ ആരും പഠിപ്പിച്ച് വിട്ടുകൊടുത്തിട്ടുണ്ട്. കാരണം ഇവരൊക്കെ സെലിബ്രിറ്റീസ്, നീ കോമണർ എന്ന് പറഞ്ഞ് പിടിച്ചോണെന്ന്. ഇവൻ എന്ത് മൊണ്ണയാ പറയുന്നത്? എടാ വന്ന സമയം തൊട്ട് 18 പേരുള്ളപ്പോഴും അവൻ അങ്ങനെയാടാ പോയി ഇരിക്കുന്നത്. എന്തുവാടേ ഇത്? ആ ടേബിളിന്റെ അകത്ത് അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി ഇരിക്കും. അത് ഒരു ഇതാണെന്നൊക്കെ പറയുന്നല്ലോ നീ. ടാറ്ററുതിയാണെന്ന്. എന്ത് ടാറ്ററുതി? നിന്റെ കണ്ണുകൊണ്ട് കാണുന്നതല്ല ഈ ടാറ്ററുതി, അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോടോ? അനി പിന്നെ ഷാനവാസ് അവനെ പൊളിക്കാൻ വേണ്ടി അങ്ങ് നിൽക്കുകയാണെന്ന്. എടാ, അവനെ പൊളിക്കാൻ നോക്കി പൊളിഞ്ഞു പോയത് ആരാടാ? ഷാനവാസ് തന്നെ അല്ലേ?
ഇവനല്ലേടാ ഫ്രണ്ട്ഷിപ്പായിട്ട് വന്നോണ്ടിരുന്നത്. ഇവൻ അവനെ പൊളിക്കാൻ വേണ്ടി വന്നത്. എന്ത് പൊളിക്കാനാ അവൻ വന്നത്? അവൻ അന്ന് തൊട്ട് പറയുന്നത് ഇതാണ് ഷാനവാസ്. അല്ലാതെ ഫ്രണ്ട്ഷിപ്പ് കൂടി പൊളിക്കുകയാണെന്ന് പറയുമ്പോൾ അവന് തന്നെ ഇല്ലടാ അതിന്റെ ഇത്. നീ പൊട്ടനാണോടാ? നീ ഈ ഗെയിം കണ്ടിട്ടുള്ളവനും നീ അവിടെ പോയിട്ടുള്ളവനും അല്ലയോടാ. ഒരാളെ ചതിക്കുക എന്ന് പറയുമ്പോൾ അവന്റെ ഇമേജ് നഷ്ടപ്പെടുകയല്ലയോ? നീ എന്ത് പൊട്ടനാടേ എടുക്ക? മുഴുവൻ പിന്നെ യൂട്യൂബിലും കഴിയുന്ന ഇറങ്ങിയിട്ട് ലോക പരാജയമായി പോയിരുത്തനാണ്. മനസ്സിലായോ? അവൻ ഓൾറെഡി ന്യൂസ് റീഡറും ഒക്കെ ആയിട്ടിരുന്ന പയ്യനാണ്. അപ്പോഴത്തേക്ക് അവന്മാർ ഒന്ന് പറയും അത് ലോക്കൽ ചാനലല്ലേ. ലോക്കൽ ചാനൽ ലോക്കൽ ചാനൽ. ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയാ പിന്നെ സെലിബ്രിറ്റി ആന്ന് ഇത് പറയുന്നത് കേട്ടോ? യൂട്യൂബിലൊക്കെ നിരങ്ങിയിട്ട് പോയവനാണെന്ന്. എടാ, ഒരു മനുഷ്യന് ഇവനോട് എന്ത് പറയുന്നത്? ഇവനോട് കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. പ്രേക്ഷകരെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ ഇവന്റെ ക്വാളിറ്റി എന്താണെന്ന്. അതാണ് എനിക്കും പറയാനുള്ളത്. സത്യത്തിൽ ഇവന്റെ തരത്തിനനുസരിച്ച് നമ്മൾ പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവനെക്കാട്ടിലും തരം താഴ്ന്നു പോകണം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അനീഷ് ഇങ്ങനെ പിന്നെ എന്താ പറയാ യൂട്യൂബർ ആണ് എന്നും അനീഷ് ഇപ്പോഴും പിന്നെ മീഡിയ പിന്നെ PR-കൾക്ക് കൊടുത്തിട്ടാണ് പോയതെന്ന് പറയിക്കാൻ വേണ്ടി ചിലര് അനീഷിന്റെ വീഡിയോകളൊക്കെ എടുത്ത് അനീഷിന്റെ ചാനലിൽ കിടക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് അനീഷിന്റെ പേരില് ഇപ്പോൾ കൂടുതലായിട്ട് പബ്ലിസിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അനീഷിനെ തരം താഴ്ത്താനും അനീഷിനെ ഒരു ഡീഗ്രേഡ് ചെയ്യാനും വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഈ ഇതൊന്ന് കണ്ടു നോക്കിയേ. ഇതിനകത്ത് ഞാൻ 2 ചാനലുകൾ കാണിക്കാം. ഒന്ന് അനീഷ് TA എന്ന് പറഞ്ഞതിന്റെ അകത്ത് പറഞ്ഞു കിടക്കുന്നതിന്റെ അകത്ത് 4.3K എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതിന്റെ അകത്തെ നിങ്ങൾ ആ പിന്നെ അവന്റെ ഫോട്ടോ നോക്കിക്കേ, അതോടെ പ്രൊഫൈൽ ഫോട്ടോ നോക്കി, അതോടൊപ്പം തന്നെ ആ ബാനർ ഫോട്ടോ നോക്കി. അവൻ പഠിച്ച സ്കൂളിന്റെ ആ ഒരു ഫോട്ടോയാണ് അവിടെ ഇരിക്കുന്നത്. അതിന്റെ അകത്ത് 4.3 ഫ്രണ്ട്സ് ആണ് ഉള്ളത്. അതിന്റെ അകത്ത് അവന്റെ വീഡിയോ ലാസ്റ്റ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അതോടൊപ്പം തന്നെ വേറൊരു ID കണ്ടോ, അനീഷ് TA എന്ന് പറഞ്ഞത്. അതിന്റെ അകത്ത് അവന്റെ ഫോട്ടോ അത് സെയിം ഫോട്ടോ തന്നെ. പക്ഷെങ്കിൽ അതിന്റെ അകത്ത് ബാനർ കൊടുത്തിരിക്കുന്നത് എന്നേരം തുഴഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ അകത്ത് 4.5 ഫോളോവേഴ്സും പിന്നെ കണ്ടില്ലയോ അതിന്റെ അകത്ത് എഴുതിയിരിക്കുന്ന റൈറ്റർ ആണെന്നും പിന്നെ ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റന്റ് ആണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു അക്കൗണ്ട് ഫേക്ക് ആണ്. ഇതിന്റെ അകത്ത് എപ്പോഴും ഈ പറയുന്ന അനീഷിന്റെ വീഡിയോകൾ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്, വോട്ട് തരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിന് കണ്ടോ. ഇത് ക്രിയേറ്റ് ചെയ്തതിന്റെ ഹിസ്റ്ററി കണ്ടോ. ഈ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ 10-ാം തീയതിയാണ് അനീഷ് TA എന്ന് പറഞ്ഞ് പേരിലേക്ക് ഇത് മാറ്റിയിരിക്കുന്നത്. അതിനു മുമ്പ് ഇത് വേറൊരു പേരിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. അങ്ങനെ തുടങ്ങി അനീഷിനെ താറടിക്കാൻ വേണ്ടി ചില ഉമ്മാര് കാട്ടിക്കൂട്ടുന്ന പരിപാടികളാണ്. അനീഷിന് എന്തോ പിന്നെ എന്താ പറയാ PR ഉണ്ട്. അനീഷ് ഇപ്പോഴും ഈ പറയുന്ന ചാനലൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടാണ് പോയതെന്നും ഇപ്പോഴും ഇതൊക്കെ വീഡിയോ ഇടുന്നുണ്ടെന്നും മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ ആ ഒരു ഇത് അനീഷ് ടിയയുടെ ഇത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അനീഷ് TA 4.3 തന്നെ ഉള്ളൂ ഇപ്പോഴും ഫോളോവേഴ്സ്. ലാസ്റ്റ് ഇട്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ് ലാസ്റ്റ് ഇട്ടിരിക്കുന്ന വീഡിയോ. ആ വീഡിയോ അല്ലാതെ ഇട്ടിരിക്കുന്നത് അവന്റെ പുസ്തകത്തിന്റെ പിന്നെ എന്താ പറയാ ആ ഒരു പോസ്റ്ററാണ് ഇട്ടിരിക്കുന്നത്. അതാണ് ലാസ്റ്റ് ഇട്ടിരിക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. പക്ഷെ ഈ പറയുന്ന അനീഷ് TA എന്ന് പറഞ്ഞുണ്ടാക്കിയിരിക്കുന്ന പുതിയ ഇതിന്റെ അകത്ത് എല്ലാ വീഡിയോകളും എല്ലാ പോസ്റ്റും റീക്രിയേറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. ഇത് തെറ്റിദ്ധരിപ്പിക്കാനും അനീഷിനെ എന്തോ വേറെ രീതിയിൽ വലിയ സെലിബ്രിറ്റി ആണ് എന്ന് ഈ ഒരു സമയത്ത് ആക്കിയെടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാബുമോനുള്ള ഒരു റിപ്ലൈ ഞാൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇനി അവനോട് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എന്താണ് പ്രേക്ഷകർ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ മസ്റ്റ് ആൻഡ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ.